റോഡ്രി ടു ബാർസലോണ കൺഫേംഡ്, ക്രിസ്ത്യാനോ റൊണാൾഡോ റിട്ടയറിംഗ്. നമസ്കാരം, വേൾഡ് കപ്പ് വർത്താനം അല്ല, ഫുട്ബോൾ വർത്താനം എപ്പിസോഡ് 1 സ്വാഗതം. നമ്മൾ ഫുള്ളി ക്ലബ് ഫുട്ബോളായിട്ട് ഇറങ്ങിയിട്ടില്ല, അതായത് പ്രീമിയർ ലീഗ് സീസണൊക്കെ സ്റ്റാർട്ട് ആകാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പേ നമുക്ക് ഈ വീക്കിൽ ഭയങ്കര ഹാപ്പനിങ് ആയിരുന്നു. അതുകൊണ്ട് 4 ബിഗ് ഹെഡ്ലൈൻസ് നോക്കിയാലോ. ഒന്നാമത്തെ ഏറ്റവും വലിയ ന്യൂസ് ആൻഡ് ഈ ട്രാൻസ്ഫർ വിൻഡോയിലെ പ്രോബ്ലം ദ ബിഗസ്റ്റ് ന്യൂസ്, റോഡ്രി ഡീല് ബാർസലോണ തൂക്കി. അതായത് റയൽ മാഡ്രിഡ് അഗ്രസീവ്ലി പോയ ബാലൻഡിയോർ വിന്നറിനെ ഡെക്കോൺ ടീമും കൂടി നേരെ ക്യാമ്പ് നൗവിൽ എത്തിച്ച് 70 മില്യൺ പ്ലസ് മറ്റേ ബോണസസ് എന്തോ ആണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് അത് തന്നെയായിരുന്നു പ്രശ്നം. അതായത് റയൽ മാഡ്രിഡ് പോയപ്പോഴും സിറ്റിക്ക് പൈസ തന്നെയായിരുന്നു പ്രശ്നം. ആൻഡ് കുറേ പേര് പലതും പറയും, ഓ ഈ എന്താ പറയുക, ഈ ഏജായി, ഇഞ്ചറി പ്രോൺ, അതാണ് ഇതാണ്. ബട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് റോഡ്രി. അതായത് നമ്മൾ വേൾഡ് കപ്പ് ഫൈനലിൽ വരെ കണ്ടതാണ്, നട്ടെല്ല് എന്ന് പറഞ്ഞ് നിൽക്കാവുന്ന ഒരു പ്ലെയറാണ്. ആൻഡ് ബാർസലോണക്ക് അങ്ങനത്തെ ഒരു പ്ലെയറിന് ആവശ്യം ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ എന്താ പറയുക, ബുസ്കറ്റ്സ് ഒക്കെ കഴിഞ്ഞ് കുറേ നാൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ മിസ്സിംഗ് ആയിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് ബാർസലോണ കുറേ നാളായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ ആക്ച്വലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദേ നീഡ് സമ്മൺ ടു ലീഡ് ഫ്രം ദ മിഡ്ഫീൽഡ്. ബാക്ക് ഇപ്പോഴും പ്രശ്നമാണെന്നൊക്കെ പറയാം, പക്ഷേ ബാർസലോണ ഐ തിങ്ക് ആർ ഗോയിങ് ഫോർ അനദർ ഫോർവേഡ്. ജൂലിയൻ ആൽവാരസിനെ കൊണ്ടുവരുന്നൊക്കെ അവിടെ ഇവിടെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓൾസോ ജോ ക്യാൻസലോ അൽ ഹിലാലിന് നേരെ പുള്ളിയും എത്തിയിട്ടുണ്ട്. സോ 2 എക്സ് സിറ്റി പ്ലെയേഴ്സ് ബാർസയിൽ എത്തിയിട്ടുണ്ട്. കണ്ടറിയാം എന്താണ് ബാർസലോണ ഫാൻസിൻ്റെ ടേക്സ് എന്ന് കമൻറ്റിൽ പറ. രണ്ടാമത്തെ ഏറ്റവും വലിയ ന്യൂസ്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കല്യാണ ആൽബം വോഗ് പുറത്തുവിട്ടിട്ടുണ്ട്. നല്ല ഫോട്ടോസാണ്, എല്ലാവരും പോയി കാണുക. അതിനോടൊപ്പം തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ വിളിച്ചു പറഞ്ഞു, പ്രോബബ്ലി മൈ ലാസ്റ്റ് പ്രൊഫഷണൽ സീസൺ. പുള്ളി റിട്ടയർ ചെയ്യാൻ പോകാൻ തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. വുഡ് ക്രിസ്ത്യാനോ പ്ലേ നെക്സ്റ്റ് യൂറോ ഓർ നെക്സ്റ്റ് വേൾഡ് കപ്പ്? നമ്മൾ അടുത്ത വേൾഡ് കപ്പ് വരെയും കളിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇവിടെ, പക്ഷേ യൂറോ വരെങ്കിലും കളിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിച്ചത്. പറയാൻ പറ്റില്ല, ഇറ്റ്സ് ക്രിസ്ത്യാനോ. സോ പുള്ളി, എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എന്താ ഉദ്ദേശിച്ചത്. ആസ് ഓഫ് നൗ ലാസ്റ്റ് സീസൺ ആവാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാവരും സൗദി പ്രോ ലീഗിൻ്റെ കളിയൊക്കെ കാണാൻ നോക്കുക. ചിലപ്പോൾ വി ആർ സീയിങ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ് ടൈം. മൂന്നാമത്തെ ഏറ്റവും വലിയ ന്യൂസ്, ആർസെനൽ മാഞ്ചസ്റ്റർ സിറ്റിനെ 3-0 പൊട്ടിച്ചു. FA കമ്മ്യൂണിറ്റി ഷീൽഡ് അടിച്ചിരിക്കുന്നു. ആൻഡ് സീസൺ വിന്നേഴ്സ് തന്നെ കമ്മ്യൂണിറ്റി ഷീൽഡ് അടിച്ചു, അതിൽ വലിയ കാര്യമില്ല. പക്ഷേ കാര്യമുള്ളത് മാഞ്ചസ്റ്റർ സിറ്റി കുറച്ചല്ല നല്ല ഡൗൺ ആയിരുന്നു കേട്ടോ ഈ കളി. ആൻഡ് എൻസോ മാരസ്കയുടെ ഫസ്റ്റ് പ്രോപ്പർ ഇൻട്രഡക്ഷൻ എന്ന് പറയാവുന്ന ഒരു മാച്ച്, അതായത് ഫ്രണ്ട്ലീസ് അല്ലാതെ ഡൗൺ ആയിരുന്നു. ഇതാണോ ഇനി സിറ്റിയുടെ പുതിയ കോലം? അറിയില്ല. ചിലപ്പോൾ പുതിയ മാനേജറാണ്, പ്ലേയേഴ്സ് സെറ്റിൽ ആവാൻ കുറച്ച് സമയം എടുക്കും, ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. ആൻഡ് അതേസമയം അപ്പുറത്ത് നേരെ അർട്ടറ്റാസ് വെൽ സെറ്റിൽഡ്. ഇപ്പോൾ സോലീസ് ആണെങ്കിലും ഓഡഗാർഡ് ആണെങ്കിലും കാലിഫോറി, ബെൻ വൈറ്റ്, എല്ലാവരും കളിച്ചത് അങ്ങനെയാണ്. സോ സീസൺ കണ്ടറിയാം. ആൻഡ് ഞാൻ ഇന്നലെ ചുമ്മാ ഒരു പോൾ ഇട്ടിരുന്ന അർസനൽ ലീഗ് തൂക്കുമെന്ന്. എൻ്റെ ഭൂരിപക്ഷം 76% ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നത് അർസനൽ ബാക്ക് ടു ബാക്ക് ഓൺ പ്രീമിയർ ലീഗ് എന്നാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമൻറ്റ് പറ. നാലാമത്തെ ന്യൂസ്, അത് അത്ര വലിയ ന്യൂസ് ഒന്നുമല്ല, ചെറിയൊരു വാർത്തയാണ്. AC മിലാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ 4-2 പൊട്ടിച്ചു. എൻ്റെ മറ്റേ ഫ്രണ്ട്ലി ടൂർണമെൻറ്റ് ജയിച്ചു. റൂബൻ അമോറിം അല്ല പ്രശ്നം എന്ന് ഞാനിവിടെ 40 വട്ടം പറഞ്ഞാണ് കഴിഞ്ഞ സീസൺ. പക്ഷേ ഇവിടുത്തെ യുണൈറ്റഡ് ഫാൻസ് തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ പോടാ, കരിക്കാണ് അടിപൊളി, അമോറിം ശോകമായിരുന്നു. കോവൻട്രി സിറ്റി നമ്മളെക്കാളും കൂടുതൽ ട്രാൻസ്ഫേഴ്സിൽ സ്പെൻഡ് ചെയ്ത് ടീം മാച്ച് റെഡി ആയിരുന്നില്ല, ഫിറ്റ്നസ് അത് കാണാനുണ്ടായിരുന്നു. എൻ്റെ യുണൈറ്റഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്, അതിൽ ഞാൻ ബാക്കി പറയാം. ഇപ്പോൾ ഇത് വെച്ച് എൻജോയ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് എപ്പിസോഡ് ആൻഡ് താങ്ക് യു.